ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു നിക്കാഹിൻ്റെ വ്ളോഗായിട്ടാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അമ്മോൻ്റെ മകൻ്റെ നിക്കാഹാണ് കേട്ടോ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ആദ്യം നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയതിന് ശേഷം എല്ലാവരും ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവളോട് ബ്ലൂ ആണ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ബ്ലൂ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായി അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്ലമോർ ഓഡിറ്റോറിയം ആണ് കേട്ടോ, ഇത് ഇവരെ ഓഡിറ്റോറിയം തന്നെയാണ്. നമ്മളെല്ലാവരും ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ലൈറ്റും കാര്യങ്ങളും എല്ലാം വന്ന് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഈസും ആൻറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. പിന്നെ ഇവിടെ പാട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്, പാട്ട് പാടാൻ വേണ്ടിയിട്ട് അല്ലമീൻ്റെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുട്ടുപാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അതിനകത്ത് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ വെറുതെ കളിക്കുകയാണ്. അവിടെ ബോയ്സ് കളിക്കുന്ന ഡാൻസ്. അപ്പം നമ്മൾ അതിനിങ്ങനെ കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ നല്ല അടിപൊളി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ എല്ലാ വീഡിയോസിലും, ഈ ഡാൻസൊക്കെ ഈ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല, അതായത് കോപ്പിറൈറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അതില്ലേ, അതിൽ ഒപ്പന കളിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് പാട്ട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഐ എം വെരി സോറി. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കോപ്പിറൈറ്റ് വന്നാൽ പിന്നെ ആ വീഡിയോ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇത് ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നല്ല അടിപൊളി ഇതൊക്കെ വന്ന് ഇത് അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ഒരു 8 മിനിറ്റിലേറെ ഉണ്ടായിരുന്നു. ഇതങ്ങനെ ഫുള്ള് കാണിച്ചാൽ ബോറാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്ര കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മളെല്ലാവരും കൂടിയിട്ടും, ഇതിപ്പോൾ നമ്മൾ ഗേൾസ് മാത്രമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോയ്സും വരും, ഗേൾസും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയാക്കും കേട്ടോ. അപ്പം ഞാൻ ഇനി ബാക്കിയുള്ളത് നിങ്ങളൊന്ന് കണ്ട് ആസ്വദിച്ച് നിൽക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡാൻസൊക്കെ കളിച്ച് സ്റ്റേജൊക്കെ തകർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ് സെറമണി ആയിരുന്നു. ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ തന്നെ ആ ഒരു സ്റ്റേജിനെ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കേക്കൊന്നും കാണാനേ ഇല്ല. അത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു. അത് ഓരോ ആളുകൾ ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോൻ്റെ സെക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് കുഞ്ഞാക്ക. ഞങ്ങൾ കുഞ്ഞാക്ക എന്നാട്ടോ വിളിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു. ഞാനും ഇനിയും കുട്ടിയിൽ ചേർക്കാമല്ലേ. അപ്പോൾ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എയ്സും ഇത് ഐഷുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും നല്ല തകർപ്പൻ ഡാൻസ് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന് ശേഷം ഇത് അവസാനത്തെ ഒരു വീഡിയോ ആണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ട്, ആ ലമീൻ്റെ ആളുകൾ പാട്ട് പാടുന്നുണ്ട്. അവരവിടെ ഒപ്പം ഡാൻസും കളിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പാട്ട് പാടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റ് ആണെങ്കിൽ പലതും വന്നിട്ട് കണ്ണ് തുറക്കാനൊന്നും കഴിയുന്നില്ലായിരുന്നു. കണ്ണിൽ എന്തൊക്കെയോ ഒന്ന് കയറിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഡാൻസ് ആയിരുന്നു. ഇത് ഇല്ലുമിനാട്ടിയാണ് കേട്ടോ. അത് കണ്ടാൽ മനസ്സിലാവില്ല, എന്നാലും ഇല്ലുമിനാട്ടിയാണ് ഇത് സംഭവം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ നമ്മളത് കളിക്കുമ്പം. അപ്പോൾ ഈ ഒരു ഡാൻസ് ഞാൻ നല്ല അടിപൊളിയായി തകർത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ഏതാണെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.